അമോസ് 4 65 ഡിഗ്രി ഈസ്റ്റ് കേവ് ബാൻഡ് ഔട്ട് ഓഫ് കറേജ് സാറ്റലൈറ്റിന്റെ ഒരു ട്രാക്കിംഗ് വീഡിയോ ആയിട്ടാണ് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ട്രാക്കിംഗ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയുകയാണ്. അതായത് 8 ഫീറ്റ് ജാംസിന്റെ സീബാന ഡിഷ്, അതുപോലെ തന്നെ 6 ഫീറ്റ് MRന്റെ ഡിഷ് നമ്മൾ ട്രാക്കേഴ്സിനും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ഞാനത് അറേഞ്ച് ചെയ്ത് തരാം. 8 ഫീറ്റ് ജാംസ് സീബാൻ ഡിഷ്, അത് അലൂമിനിയം ഡിഷാണ്, മെഷ് ടൈപ്പ് ആണ്. നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട് ഈ ഒരു ഡിഷിൽ. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയ ഈ ഒരു ഡിഷിൽ മംഗളം ചാനൽ, കലൈഞ്ചർ മംഗളം ചാനലെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് കൂടുതൽ ചാനൽ, ഫ്രീ ടു എയർ ചാനൽസ് കൂടുതൽ 30 ചാനലടുത്ത് കിട്ടുന്നത് ഈ ഒരു 8 ഫീറ്റ് ഡിഷിലായിരിക്കും. 6 ഫീറ്റ് ഡിഷിൽ ചില സ്ഥലത്ത് കൈരളി ചാനൽ കിട്ടാൻ കുറച്ച് ടഫാണ്. അപ്പോൾ കൈരളി ചാനൽ കിട്ടിയില്ലെങ്കിൽ ബാക്കി ഒരു 20 ചാനലോ 22 ചാനലൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് മലയാളം ചാനലിന്റെ കേസാണ്. ടോട്ടൽ നമുക്ക് കൂടുതൽ ചാനൽസ് കിട്ടും. 100 ചാനലോ 110 ചാനലോ ഒക്കെ നമുക്ക് ഫ്രീ ടു എയർ ചാനൽസ് തന്നെ കിട്ടും. സ്കാൻ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ചാനൽസ് കിട്ടും. എന്തായാലും ഞാനിപ്പോൾ കാണിക്കുന്നത് MRന്റെ 6 ഫീറ്റ് ഡിഷാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, നല്ല പെയിന്റിംഗ് ആയിട്ട് വരുന്ന നല്ല ഡിഷാണ് ഇത്. നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ഈസി ആയിട്ട് തന്നെ അസംബിൾ ചെയ്യാവുന്ന ഒരു ഡിഷാണ് MRന്റെ 6 ഫീറ്റ് ഡിഷ്. അപ്പോൾ ഇതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. കാരണം ഡിഷ് എല്ലാ സ്ഥലത്തും ഷോർട്ടേജ് ആണ്. നമുക്ക് ഓൾ കേരള എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം, കൊറിയറിൽ ചെയ്ത് കൊടുക്കാം. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അതായത് അമോസ് 4 65 ഡിഗ്രി ഈസ്റ്റ് കേവ് ബാൻഡ് ഔട്ട് ഓഫ് കറേജ് സാറ്റലൈറ്റിന്റെ ട്രാക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് MRന്റെ 6 ഫീറ്റ് ഡിഷാണ്. പ്രൈം ഫോക്കസ് സീബാൻഡ് ഡിഷാണ്. അതിലാണ് നമ്മൾ കേവ് ബാൻഡ് ഔട്ട് ഓഫ് കറേജ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സീബാൻഡ് ഡിഷിൽ, സീബാൻഡ് പ്രൈം ഫോക്കസ് ഡിഷിൽ കേവ് ബാൻഡ് ഔട്ട് ഓഫ് കറേജ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം LNB യൂസ് ചെയ്യണം. അതായത് പ്രൈം ഫോക്കസ് കേവ് ബാൻഡ് LNB തന്നെ യൂസ് ചെയ്യണം. സ്റ്റാർ ഗോൾഡ്, ഫിജി അങ്ങനെയുള്ള പ്രൈം ഫോക്കസ് കേവ് ബാൻഡ് LNB തന്നെ യൂസ് ചെയ്യണം ഇങ്ങനെ സീബാൻഡിൽ കേവ് ബാൻഡ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് മോഡിഫൈ ചെയ്തൊരു LNB ആണ്. അതായത് ഇൻവെർട്ടർ LNB, സ്റ്റാർ ഗോൾഡ്, ഫിജി LNBയുടെ ഒരു ഫീഡും സ്കേലറിങ്ങും എല്ലാം കൂടെ വരുന്നത് കട്ട് ചെയ്ത് മിക്സ് ചെയ്തൊരു മോഡിഫൈ ചെയ്ത LNB ആണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ പെർസെൻറ്റേജ് വ്യത്യാസം കൂടുതലുണ്ട് ഇങ്ങനെ മോഡിഫൈ ചെയ്യുമ്പോൾ. ഈ ഒരു MRന്റെ ഡിഷിൽ നമ്മുടെ സീബാൻഡ് ഇന്റൽസാറ്റ് 17 അത്യാവശ്യം സിഗ്നൽ നമുക്ക് കിട്ടുന്നുണ്ട്. ചില ഏരിയയിൽ നമുക്ക് കൈരളിയൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നല്ല LNB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സിഗ്നൽ കിട്ടും. അതായത് യൂറോസ്റ്റാറിന്റെ LNB ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിഗ്നൽ കിട്ടും. കൈരളിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും സിഗ്നൽ ലെവൽ നോക്കാം. നമ്മുടെ DB മീറ്ററിൽ സോളിന്റെ SF 720 DB മീറ്റർ ആണിത്. അതിനകത്ത് ഞാനിപ്പോൾ 2 ട്രാൻസ്പോണ്ടർ ഞാൻ ആഡ് ചെയ്തുള്ളൂ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വെർട്ടിക്കൽ ട്രാൻസ്പോണ്ടർ ആണ്. അപ്പോൾ രണ്ടിൻ്റെയും സിഗ്നൽ ലെവൽ നോക്കാം. ഇത് സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് 6 TP കിട്ടുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 TP തന്നെയാണ് അത് കിട്ടുന്നത്. മാക്സിമം 165 ചാനൽസ് ആണ് സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്തായാലും സിഗ്നൽ ലെവൽ, ട്രാൻസ്പോണ്ടറിന്റെ സിഗ്നൽ ലെവലും ഡിഷിന്റെ ഇമേജസ് ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഫൈനലായിട്ട് ചാനൽ സ്കാൻ ചെയ്ത് നോക്കാം ടോട്ടൽ എത്ര ചാനലാണ് കിട്ടുന്നതെന്ന്. ഇന്റൽസാറ്റ് 17 66 ഡിഗ്രിയുടെ ആ ഒരു എലിവേഷൻ വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സാറ്റലൈറ്റിന്റെ എലിവേഷൻ വരുന്നത്. തായ്കോം 78 ആ ഒരു ഔട്ട് ഓഫ് കറേജ് കേവ് ബാൻഡ് സാറ്റലൈറ്റിന്റെ ഒക്കെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഒരു LNB സ്ക്യൂ വരുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം എൻ്റെ ലൊക്കേഷൻ ഓപ്പൺ ആണ്. എന്നാലും ലോ എലിവേഷൻ, അതായത് 25, 21 അങ്ങനെയുള്ള സാറ്റലൈറ്റ് ഒക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞിട്ടുള്ള സാറ്റലൈറ്റ് ഒക്കെ ട്രാക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ് സിഗ്നൽ കിട്ടാൻ. കാരണം എലിവേഷൻ താഴ്ന്നു വരുമ്പോൾ നമുക്ക് സിഗ്നൽ കിട്ടാൻ പാടാണ് ആ ഒരു പൊസിഷനിലുള്ള സാറ്റലൈറ്റ് ഒക്കെ. ഞാൻ ജസ്റ്റ് ചാനൽ സ്കാനിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് ഫ്രീ ടു എയർ ചാനൽസ് ഒക്കെ കുറവാണ്. അപ്പോൾ സ്ക്രാമ്പിൾ ചാനൽസ് ആണ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ചാനലൊന്ന് സ്കാൻ ചെയ്ത് കാണിക്കുകയാണ് എത്ര ചാനൽസ് കിട്ടുന്നത് മാത്രം. ചില സമയത്ത് നമുക്ക് ടെമ്പററി FT ആയിട്ട് ചാനൽസ് കാണാൻ പറ്റും. അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ. എന്നാലും നമ്മളൊരു ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് എന്നൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.